നോക്കൂ, കേരളത്തിൽ പൊതുസമൂഹത്തിൽ ഓരോ മനുഷ്യരും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കേരളത്തിനൊരു ബാധ്യതയാണെന്നും ഇറങ്ങിപ്പോകണമെന്നും പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നയിക്കുന്നത്. ഇനിയും എന്തുകൊണ്ട് രാജിവെക്കണമെന്ന് മനസ്സിലാകാത്തവർ കേരളത്തിലെ CPM-ഉം അന്ധരായ CPM എന്ന് മാത്രമല്ല പിണറായി ഭക്തരും CPM-ൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുമാണ്. ഇടതുപക്ഷ മനസ്സുള്ള ഒരാളും പിണറായിക്ക് ഇനി തുടരാൻ അർഹതയില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാലം കൂടിയാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ പോലും ഗൗരവമായ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് പോലും കേൾക്കാത്ത ആരോപണങ്ങൾ കേൾക്കുകയാണ്. കൊള്ളയും കൊലയും നടത്തുന്ന ഒരു ADGP, ഞാനും മാധുവും അടങ്ങുന്ന സമൂഹം, വീട്ടിൽ നമ്മളൊക്കെ ധരിക്കുന്നത് പോലീസ് സേനയുടെ സംരക്ഷണം ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് കേരളത്തിലെ മനുഷ്യരെന്നാണ്. അതല്ല എന്നും ആളുകളെ കൊല്ലാനും കൊള്ളിവെപ്പിനും കൊള്ളയ്ക്കും സ്വർണ്ണക്കടത്തിനും സ്വർണ്ണ തട്ടിപ്പിനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരുത്തനാണ് ഇവിടുത്തെ ADGP എന്നും പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചത് ഒരു ഇടതുപക്ഷ CPM ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു MLA ആണ്. അങ്ങനെയുള്ള വലിയൊരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നു. ആ വെളിപ്പെടുത്തൽ വരുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് എല്ലാമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. പക്ഷേ ഇന്ന് നമ്മൾ എന്താ കാണുന്നത്? ഇന്ന് ഈ സമയത്ത് അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലായി ADGP കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാലല്ലേ രാജിവെപ്പിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിരന്തരം CPM ചോദിക്കുന്നത്. മാധു, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരാ? അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ADGP-യുടെ മുൻപിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ 2 അന്വേഷണ ഉദ്യോഗസ്ഥർ. മാധുവിന് തോന്നുന്നോ പിണറായി വിജയന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ? അത് വേണ്ട. പിണറായി ഇട്ടുകൊടുക്കുന്ന അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ശശിയും അജിത് കുമാറിനെ പോലുള്ള ആളുകൾ, അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് ന്യായമായിട്ടൊരു നീതി ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ മാധു അതിലേക്ക് വരാം. ഞാൻ അതുകൂടി കടന്നു പോകട്ടെ. അപ്പൊ അങ്ങനെ ഒരു ഭരണകൂടത്തിനെതിരെയുള്ള വലിയ കളങ്കം പിണറായി വിജയന്റെ ഭരണകൂടം സ്വർണ്ണക്കടത്തുകാരുടെ, തട്ടിപ്പുകാരുടെ, കൊള്ളിവെപ്പുകാരുടെ ഒക്കെ അധോലോക മാഫിയ പ്രവർത്തനങ്ങളുടെ ഇടമാണെന്നും ആ മാഫിയക്കാരെ പിണറായി വിജയൻ സംരക്ഷിക്കുകയാണെന്നും പൊതുസമൂഹം തിരിച്ചറിയുകയാണ്. ആ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ ശബ്ദമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ കൊള്ളയ്ക്കെതിരെ, മാഫിയ തലവനെതിരെയുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയത്. ആ സമരവുമായി കടന്നു പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന ആളുകളെ വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് വെച്ചതിനു ശേഷം വണ്ടിയിലിട്ട് അടിക്കുകയാണ്. ശ്രീ അബിൻ വർക്കി അടങ്ങുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും ഷജീർ നേമവും അടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷജീറും അടങ്ങുന്ന ആളുകളെ തലക്കടിക്കുകയാണ്. 2014 കേരളത്തിൽ കൃത്യമായിട്ടൊരു സർക്കുലർ ഉണ്ട്. സമരക്കാരെ നേരിടുമ്പോൾ ഒരു കാരണവശാലും തലക്കടിക്കാൻ പാടില്ല. പക്ഷേ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 8 വർഷക്കാലവും സമരക്കാരെ തലക്കടിച്ച് നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങളൊക്കെ അതിന്റെ അനുഭവസ്ഥരാണ്. ആ രീതിയിൽ ഇന്ന് ശ്രീ അബിൻ വർക്കിയുടെ തലയും അടിച്ച് പൊട്ടിച്ച് ആ ചെറുപ്പക്കാരനടങ്ങുന്ന 100 കണക്കിന് ആളുകളെ അടിച്ച് കൈപൊട്ടിച്ച് അതിക്രൂരമായി പോലീസ് ഒരു നരനായാട്ട് നടത്തിയാൽ അജിത് കുമാറിന്റെ എച്ചിൽ നക്കുന്ന പോലീസുകാരോട് പറയുന്നു, ഈ കേരളത്തിലെ പിണറായി വിജയനോട് പറയുന്നു, നിങ്ങൾക്ക് മേൽ വീണ ഈ കളങ്കമുണ്ടല്ലോ, നിങ്ങളൊരു മാഫിയ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കളങ്കമുണ്ടല്ലോ, ആ കളങ്കത്തെ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ചോര കൊണ്ടങ്ങ് മായ്ച്ചു കളയാമെന്ന് ഈ ഇടതുപക്ഷ ഭരണകൂടം ശ്രമിച്ചാൽ അത് നിങ്ങളുടെ വ്യാമോഹ. നിങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ, നിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഈ സമരം നീതിക്ക് വേണ്ടിയാണ്, ഈ സമരം നാടിന് വേണ്ടിയാണ്. കേരള ചരിത്രത്തിൽ പോയിട്ട് ഇന്ത്യ ചരിത്രത്തിൽ പോലും ഇതുപോലെ ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ന് ചില നേരത്തെ ഞാൻ സൂചിപ്പിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇട്ടുകൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ശശിയും അജിത് കുമാറും അടങ്ങുന്ന ഒരു കൂട്ടം അവിടെയുണ്ട്, ഒരു ലോബി, ഒരു മാഫിയ ഉണ്ട്. ആ മാഫിയ ഇട്ടുകൊടുക്കുന്ന എച്ചിൽ നക്കുന്ന ഈ ജിജോയെ പോലുള്ള ചില ഓഫീസർമാർ, ഞാൻ അങ്ങനെ പറയുന്നത്, അതിനൊരു ഫോട്ടോ കാണിച്ചല്ലോ നിങ്ങളോട്. ആ ചെറുപ്പക്കാരൻ ആശുപത്രി കിടക്കയിൽ നിന്നും ഞങ്ങളുടെ പോരാട്ട വീര്യത്തിൽ നിന്നും ഒരടി പുറകോട്ടില്ല എന്നും ഞങ്ങൾ ഇനിയും മുമ്പോട്ട് പോകുമെന്നും പറയുമ്പോൾ തന്നെ അദ്ദേഹം കാണിച്ചൊരു ഫോട്ടോ ഉണ്ട്. അവിടെ പാളയം CPM സെക്രട്ടറിയുമായി നിൽക്കുന്ന ജിജോ എന്ന് പറയുന്നത് മറ്റൊരു ഫോട്ടോ ആണ്. നിരന്തരം ഇവരുടെ ബന്ധം വെച്ച് ഈ ജിജോ എന്ന് പറയുന്നവരാണ് ഇന്ന് അവിടെ പ്രകോപനമുണ്ടാക്കി ചെറുപ്പക്കാരെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തതെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ പോലീസുകാർക്ക് ഇത് അങ്ങനെയാണ്, ഞങ്ങൾ ഇതിനെ അങ്ങ് ശരിപ്പെടുത്തി കളയുമെന്നുള്ള ധാരണ വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പോലീസുകാർ. അവർ ആ പണി എടുക്കട്ടെ, അതിന് എന്ത് പണി മറുപടി ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും, തർക്കം നിങ്ങൾക്ക് വേണ്ട. പക്ഷെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രേംകുമാർ, അദ്ദേഹമൊക്കെ സമകാലിക രാഷ്ട്രീയത്തെ ഇടതുപക്ഷ സഹയാത്രികൻ എന്നൊക്കെ വിളിച്ചാലും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എത്ര മനോഹരമായാണ് ലഘൂകരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ 45-50 വർഷം മുൻപ് നടന്ന നിങ്ങളെ എമർജൻസിയെ കുറിച്ച് ആ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കേരളത്തിൽ എത്ര ഭരണമാറ്റങ്ങൾ വന്നു, രാജ്യത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, അന്നൊക്കെ പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. പക്ഷേ കേരളത്തിന്റെ
ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇതുപോലെ നെറികേടുകൾ, ഇതുപോലൊരു ADGPയെ പറ്റി പറഞ്ഞ ആരോപണം ചെറുതാണോ? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച MLA പറഞ്ഞത് എന്തൊക്കെയാ? കൊലപാതകം, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, മാഫിയ പ്രവർത്തനം, ഇതൊക്കെ ആരോപിക്കപ്പെട്ട ഒരു ADGP ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ആ ADGPയെ സംരക്ഷിക്കുന്നത് ആരാ? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു സമ്മേളനത്തിൽ പറയുകയാണ്, ഇതാ ഞങ്ങൾ ഇവിടെ വെച്ച് പുഴുക്കുത്തുകളെയൊക്കെ എടുത്ത് ഒഴിവാക്കാൻ പോകുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചു പുഴുക്കുത്തുകളെ പോകുമ്പോൾ ആദ്യം മാറ്റി നിർത്തുക ADGP ആയിട്ടുള്ള അജിത് കുമാറിനെയാണ്. ഒരു ചുക്കും നടന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും ഭീകരമായ ഒരു വസ്തുത കൂടിയുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ, മേലുദ്യോഗസ്ഥനെ അതേ പദവിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരായിട്ട്, ഇപ്പൊ ഒരു വലിയ കാര്യത്തിൽ പറയാണ് SIT രൂപീകരിച്ചത്. അറിയാത്ത ആളുകൾ വിചാരിക്കും, അയ്യോ ഇത് വലിയ എന്തോ സംഭവമാണല്ലോ, സർക്കാർ എന്തോ ചെയ്തല്ലോ. എന്താ SIT? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ആരാതിലുള്ളത്? ഈ അജിത് കുമാറിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ കമ്മീഷണർ അതിലൊരു അംഗ, ഈ അജിത് കുമാറിന്റെ കീഴിലുള്ള തൃശ്ശൂരിലെ റേഞ്ച് DIG അതിലൊരു അംഗാണെന്നേ. അതായത് ഇവര് പോയി റിപ്പോർട്ട് കൊടുക്കുക ആർക്കാ? ADGPക്ക്. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ആരാ ഉണ്ടാക്കുക? അത് ഈ അജിത് കുമാറാ. അപ്പൊ ആരോപണ വിധേയനായിട്ടുള്ള അജിത് കുമാറിന്റെ കീഴിലെ 2 ഉദ്യോഗസ്ഥരെ വെച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി ഇതേ അജിത് കുമാർ റിപ്പോർട്ട് കൊടുക്കുക. ഇതുപോലൊരു നാണം കെട്ട അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാ ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് മുകളിലും തല്ലുകൊള്ളാൻ തീരുമാനിച്ചോ? നിങ്ങൾക്ക് തർക്കം വേണ്ട. അല്ല മാധു, ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഞങ്ങൾ അതിനെ നേരിടുമെന്നേ. ഇതിനേക്കാൾ വലിയ പോലീസ് സേനയല്ലായിരുന്നു ഇവിടെ. എന്തെല്ലാം നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഈ പിണറായി വിജയൻ, ഞാൻ പറഞ്ഞു, പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്ന ഒരു ചുക്കും ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ ADGP ഒക്കെ എന്തൊക്കെയോ പറഞ്ഞ് മുഖ്യമന്ത്രിയെയും ഭീഷണിപ്പെടുത്തുന്നുണ്ടാകാം. ഞങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ നാളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തു വിടുമെന്ന് പറയുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നടപടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു IPS കാരൻ, നാണവും മാനവും ഇല്ലാത്തൊരുത്തൻ വിളിച്ച് MLA പറയുകയാണ്, ഞാൻ 25-ാം വയസ്സിൽ സർവീസ് കയറി, ഞാൻ DGP വരെയാകും, അതുവരെ അങ്ങയുടെ അടിമയായി തുടരാമെന്ന് പറയുന്ന ഒരുത്തരെയൊക്കെ ഇപ്പോഴും സംരക്ഷിച്ചു ാരാ. അപ്പൊ പുഴുക്കുത്തുകളെ ഒന്നും മാറ്റാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ആ പുഴുക്കുത്തുകളെ വെച്ച് മാഫിയക്കാരെ സംരക്ഷിക്കുമെന്ന് തന്നെ പ്രഖ്യാപിച്ചു പോകുന്നു. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണെന്ന. 2007 അന്നത്തെ ജസ്റ്റിസ് സുകുമാരൻ അദ്ദേഹം 2007 ജൂലൈ 6-ാം തീയതി പറഞ്ഞു വെച്ച വാക്കുകളുണ്ട്. കേരളത്തിൽ മാഫിയയെ വളർത്തുന്നത് പിണറായി വിജയനും MK ദാമോദരനുമാണ് എന്ന് അന്ന് 17 വർഷക്കാലം മുൻപ് അന്നത്തെ ജസ്റ്റിസ് പറഞ്ഞു വെച്ച വാക്കുകൾ നമ്മുടെ മുൻപിലുണ്ട്. നിങ്ങൾ അത് കൂട്ടി വായിക്കുമ്പോൾ നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ഒരു 2 മാസക്കാലം മുൻപല്ലേ കണ്ണൂരിൽ നിന്ന് DYFI പോലൊരു പ്രസ്ഥാനത്തിന്റെ ജില്ലാ അധ്യക്ഷൻ പുറത്തു വന്ന് പറയുകയാണ്, ഈ കണ്ണൂർ കേന്ദ്രീകരിച്ച് വലിയ സ്വർണ്ണക്കടത്തും തട്ടിപ്പും മാഫിയ പ്രവർത്തനങ്ങളും നടക്കുന്നു, എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? ഗോകുലത്ത് ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരു DIG എന്ന് കൊടുത്ത, അല്ലല്ലേ മാധു, ഞാൻ പൂർത്തീകരിക്കട്ടെ, കൊടുത്ത റിപ്പോർട്ടുണ്ടല്ലോ കോടതിയിൽ ഒരു ജാമ്യത്തിന് വേണ്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കാൾ മുകളിലുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിയാൽ മുഖ്യമന്ത്രി ഇന്നും ഈ മാഫിയ സംഘങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മാഫിയ തലവനായി മാറുന്നു. ഞങ്ങൾ ഈ പോരാട്ടം തുടരും. ഒരു ആത്മാർത്ഥതയും ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടില്ല. തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയ മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറാകണം. ഇവിടെ രാജിവെച്ചൊഴിയാൻ CBI അന്വേഷണം പ്രഖ്യാപിച്ച് രാജിവെച്ചൊഴിയാൻ അദ്ദേഹം തയ്യാറാകണം. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പം. മാധു, എനിക്ക് അതുകൂടി ഒന്ന് പൂർത്തീകരിക്കണമെന്നേ. അല്ല, BJPയുടെ പ്രതിയുടെ വലിയ കാര്യത്തിൽ പറയാ, ആരാ ഈ പറയുന്ന അജിത് കുമാർ? നിങ്ങൾ നോക്കൂ, തൃശ്ശൂർ പൂരം കലക്കാൻ നോക്കിയെന്ന് മാത്രമല്ല, കോഴിക്കോട് ട്രെയിനിലെ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അന്നൊരു പ്രതിയെ പിടിച്ചപ്പോ അന്ന് ആ പറയുന്ന ADGPയുടെ വാക്ക് നിങ്ങൾ കേട്ടില്ലേ? പ്രതി എവിടെ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ അറിയാമല്ലോ. അതായത് ആ രീതിയിൽ RSSനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ADGP. അതുകൊണ്ടാണ് ഇവർക്ക് അനങ്ങാനൊക്കെ മടി. അതുകൊണ്ട് ഇത്രയും ഗൗരവകരമായിട്ടുള്ള ആരോപണം വരുമ്പോ ഒരു ഏജൻസി പോലും ഇതിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇവർക്ക് മടിയാണ്.